ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്ഷൻ 4.8 ഡിസ്കഷൻ നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ എളുപ്പമുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സെക്ഷനാണ്. ഈ സെക്ഷൻ്റെ പ്രത്യേകത, ഈ സെക്ഷനിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ 4.7 പറഞ്ഞു കഴിഞ്ഞുള്ള. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ശ്രദ്ധിച്ച ആൾക്കാർക്ക് ഈ സെക്ഷൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ സെക്ഷനിൽ വരുന്ന കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ചില തിയറംസ് ഒക്കെ ഉണ്ടാവും. ആ തിയറത്തിൻ്റെ എല്ലാം പ്രൂഫ് നമ്മൾ കഴിഞ്ഞ 4.7 സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സെക്ഷൻ്റെ ഹെഡിങ് നോക്കിയേ. 4.8 റാങ്ക്, നള്ളിറ്റി ആൻഡ് ഫണ്ടമെൻ്റൽ മെട്രിക്സ് സ്പേസസ് എന്നുള്ള. ഇതിൽ റാങ്ക് നമ്മൾ പറഞ്ഞാണ്, നള്ളിറ്റി പറഞ്ഞാണ് അല്ലേ. എന്തായിരുന്നു റാങ്ക് ഡെഫിനിഷൻ? റാങ്ക് നമ്മൾ പറഞ്ഞത് ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഓർ ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസ് ആയിരുന്നു. ആൻഡ് വാട്ട് ഈസ് ദ നള്ളിറ്റി? ഡയമെൻഷൻ ഓഫ് ദ സൊല്യൂഷൻ സ്പേസ് ആയിരുന്നു അല്ലേ. അതേ കാര്യങ്ങൾ തന്നെ അവിടെ പറയാനുള്ളത്. അപ്പോൾ നോക്കൂ, അവിടെ ആദ്യം പറയുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഓർ ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസ് എന്നുള്ള. അപ്പോൾ ഫസ്റ്റ് യു മേക്ക് ഷുവർ ദാറ്റ് ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ആൻഡ് കോളം സ്പേസ് ആർ ദ സെയിം അല്ലേ. then that common value is known as the rank of the matrix. ഓക്കെ, അപ്പോൾ ആദ്യം അത് ഉറപ്പ് വരുത്തണ്ടേ അത് രണ്ട് ഈക്വൽ എന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് തിയറം. നോക്കൂ, ദ റോ സ്പേസ് ആൻഡ് കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ് ഹാവ് ദ സെയിം റാങ്ക്. അത് പ്രൂവ് ആണ് ഞാൻ നമുക്ക് പരിചയമുള്ള ഒരു മെട്രിക്സ് ഒക്കെ ബോർഡിൽ എഴുതിച്ചത്. നോക്കൂ, എനിക്ക് ഈ മെട്രിക്സിൻ്റെ റോ സ്പേസിൻ്റെ ബേസിസ് കാണണം. കഴിഞ്ഞ വീഡിയോ ചെയ്ത ക്വസ്റ്റ്യൻ, find the basis for the row space and column space, row space, column space and null space of this matrix. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താ? നമ്മൾ ചെയ്യുന്ന വർക്ക് റോ റിഡക്ഷൻ അല്ലേ. തന്ന ഗിവൺ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഞാൻ എയെ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ലീഡിങ് വണ്ണിനെ റൗണ്ട് ചെയ്യും. സോ ദിസ് ഇസ് ദ ലീഡിങ് വൺ, this is the leading one and this is the leading one അല്ലേ. എന്നിട്ട് കൗണ്ട് ചെയ്യും. how many leading ones are the leading ones are 3. അപ്പോൾ ഏതാണ് റോ സ്പേസിൻ്റെ ഡയമെൻഷൻ? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അതല്ലേ റോ സ്പേസിൻ്റെ ഡയമെൻഷൻ വരിക. കോളം സ്പേസിൻ്റെ അതാണ് റോ സ്പേസിൻ്റെ ബേസിസ് വരിക. കോളം സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കാനും നമ്മൾ ഇതേ ലീഡിങ് വണ്ണിനല്ലേ ഡിപ്പെൻഡ് ചെയ്യാം. ഈ വണ്ണ് വരുന്ന കോളം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും, ഈ വണ്ണ് വരുന്ന കോളം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും, ഈ വണ്ണ് വരുന്ന കോളം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും. രണ്ടിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ തന്നെയാണ്? ഈ ലീഡിങ് വണ്ണിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ റോ സ്പേസിൻ്റെ ബേസിസ് കാണാൻ എത്ര ലീഡിങ് വൺ ഉണ്ടോ അത്രയും എലിമെൻറ്റ്സ് ഉണ്ടാവും. കോളം സ്പേസിൻ്റെ ബേസിസ് കാണാൻ എത്ര ലീഡിങ് വൺ ഉണ്ടോ അത്രയും വെക്റ്റേഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് സെയിം ആവണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഇവിടെ ഭംഗിയായിട്ട് എഴുതണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഞാനിവിടെ എഴുതാം. നമുക്ക് ഇതിൻ്റെ ബേസിസ് ഡയമെൻഷനാണ് കാണേണ്ടത്. ഇതിൻ്റെ ഡയമെൻഷൻ കാണാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിസ് കാണാൻ നമ്മൾ ഇതിൻ്റെ ബേസ് ഇവിടേക്കല്ലേ പോയത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കാണാൻ നമ്മൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ എഴുതാൻ പോവാം. എന്താണ്? ലെറ്റ് ആർ ബി ദ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഓഫ് എ. നിങ്ങളത് ഇവിടെ എഴുതണം. ലെറ്റ് ആർ ബി ദ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഓഫ് എ. അതിന് മുമ്പ് ഒരു സെൻറ്റൻസ് ചേർക്കേണ്ടത് എന്താണ്? നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻ കാണാൻ നമ്മൾ റോ റിഡക്ഷൻ അല്ലേ നടത്തിയത്. അപ്പോൾ എന്തോടെ ഉറപ്പ് വരുത്തണം? റോ ഓപ്പറേഷൻസ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡയമെൻഷൻ. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ട കമൻറ്റ് എന്താണ്? വി നോ ദാറ്റ് elementary row operations does not change the dimension of the row space and column space. ആ ഉറപ്പിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? റോ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു എക്കലോൺ ഫോം കിട്ടി. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട സെൻറ്റൻസ് എന്താ എടുത്തത്? ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? വി നോ ദാറ്റ് റോ ഓപ്പറേഷൻസ്, elementary row operations does not change the dimension of the row space and column space. അടുത്തെന്താ? let R be the row reduced echelon form of a matrix A. Second sentence. Then ഉടനെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതാ. dimension of
dimension of row space of A is equal to dimension of row space of R ആണ്. row space of R ആണ് അല്ലേ? ഇതിൻ്റെ ഡയമെൻഷൻ കാണാൻ നമ്മൾ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ രണ്ടാമത്തത് dimension of column space. Dimension of column space of A is equal to dimension of column space of R ആണ്. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. രണ്ടിൻ്റെയും റോ സ്പേസിൻ്റെയും കോളം സ്പേസിൻ്റെയും ഡയമെൻഷൻ കാണാൻ എയുടെ കാണാൻ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആറിൻ്റെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? Row space of dimension of row space of A is equal to, you have to show that dimension of row space of A is equal to dimension of column space of A. For that, it is enough to show that dimension of row space of R is equal to dimension of column space of R. ഇതിൻ്റെ രണ്ടിൻ്റെ ഡയമെൻഷൻ ഈക്വൽ എന്ന് കാണിച്ചാൽ മതി. ഇതിൻ്റെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? since the അടുത്ത സെൻറ്റൻസ് വീണ്ടും എഴുതാം. since the dimension of the row space of R is equal to the number of non-zero rows and the dimension of the column space of R is equal to the number of leading ones, and since they both are same, dimension of row space of R is equal to dimension of column space of R, and in turn dimension of row space of A is equal to dimension of column space of A. ഓക്കെ, ഇതാണ് പ്രൂഫ്. നമുക്കറിയാവുന്ന കാര്യത്തെ സെൻറ്റൻസ് ആക്കി വയ്ക്കുക. അത് കൃത്യമായിട്ട് സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പ്രൂഫായി. ക്ലിയർ? ഇനി ചോദിക്കട്ടെ, നമ്മുടെ ഹെഡിങ് എന്താ? റാങ്ക്, നള്ളിറ്റി എന്നൊക്കെ അല്ലേ ഹെഡിങ്. എന്തായിരുന്നു റാങ്ക്? കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്. റാങ്ക് എന്താ? ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഓർ ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസ്. ഇപ്പം നമുക്ക് എന്ത് ഉറപ്പ് വന്നു? രണ്ടിൻ്റെ ഡയമെൻഷൻ ഈക്വൽ എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ കോമൺ എന്ന് പറയാം. സോ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ common dimension of the row space or the column space. Okay, so this is the definition. Rank of a matrix is the common dimension of the row space or column space. And what is the nullity? Nullity is the dimension of the solution space. Clear? For rank we will. What is the nullity? Nullity is the dimension of the solution space. This solution space and basis നമ്മൾ എങ്ങനെയാണ് കണ്ടത്? കഴിഞ്ഞ വീഡിയോ കണ്ടാണ്. ഇത് നമ്മൾ എന്താക്കി മാറ്റും? സിസ്റ്റമാക്കി മാറ്റും അല്ലേ? ചെയ്യണോ? സിസ്റ്റമാക്കി മാറ്റും. ഇതുപോലത്തെ റിഡക്ഷൻ നടത്തും. എന്നിട്ട് നമ്മൾ എഴുതാം. നമ്മൾ ചെയ്ത വർക്ക് റിപ്പീറ്റ് ചെയ്യാണ്. ഇതിനെ ഇക്വേഷനാക്കി മാറ്റുകയാണെങ്കിൽ x1 മൈനസ് 3x2 പ്ലസ് 4x3 മൈനസ് 2x4 പ്ലസ് 5x5 plus 4x6 is equal to 0. Okay അല്ലേ? സെക്കൻഡിലേ വരികയാണെങ്കിൽ x3 plus 3x4 minus 2x5 minus 6x is equal to 0. ലാസ്റ്റ് എന്താ കിട്ടുക? x5 plus 5x6 is equal to 0. ശരിയല്ലേ? ഇനി ഇതിൽ ഏതൊക്കെയാണ് ഫ്രീ വേരിയബിൾസ് ഉള്ളത്? ഫ്രീ വേരിയബിൾസ് എന്നാൽ സർക്കിൾ ഇല്ലാത്തതല്ലേ? സർക്കിൾ ആകുന്നത് x2 ഫ്രീ വേരിയബിൾ ആണ്, x4 x6. സോ x2 x4 ആൻഡ് x6 ആർ ദ ഫ്രീ വേരിയബിൾസ്. ശരിയല്ലേ? അപ്പോൾ എന്ത് പേര് വിളിക്കും? ലെറ്റ് x2 is equal to r, x4 is equal to s ആൻഡ് x6 is equal to t എന്ന് വിളിക്കും. ശരിയല്ലേ? എന്നിട്ട് നമ്മളിതിനെ മാറ്റില്ല ചെയ്യാം. സോ വാട്ട് ഈസ് x5? ഫ്രം ഹിയർ x5 is equal to minus 5t എന്നുണ്ടാവും. മൈനസ് 5t. അപ്പോൾ x4 by x6 ആയി x4. Now what is x3? Now x3 is equal to minus 3x4 plus 2x5 plus 6x6. ഞാൻ ഈ വർക്ക് സ്പേസ് കുറവായതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. പകരം നമ്മളിത് കണ്ടു തന്നെയാണ്. ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ആ പ്രൊസീജിയർ ഓർമ്മിച്ച് പറയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ
ഫ്രീ വേരിയബിൾസിനെ നമ്മൾ x2ന് R എന്നും x4ന് S എന്നും x6ന് T എന്നും വിളിച്ചു. അതിനുശേഷം നമ്മൾ ഈ വർക്ക് ചെയ്യും അല്ലേ. എന്നിട്ട് x1 x2 x3 x4 x5 6 എഴുതും. ഇസ് ഈക്വൽ ടു അതൊക്കെ എന്തിലാണ് ഉണ്ടാവുക? ഇൻ ടേംസ് ഓഫ് R S T അല്ലേ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? R ഇൻറ്റു ഒരു വെക്ടർ പ്ലസ് S ഇൻറ്റു ഒരു വെക്ടർ പ്ലസ് T ഇൻറ്റു ഒരു വെക്ടർ. ആ 3 വെക്ടറോടെ ചേർന്നിട്ടല്ലേ നമ്മുടെ സൊല്യൂഷൻ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് മാറാം അല്ലേ. അപ്പോൾ സൊല്യൂഷൻ സ്പേസിൽ എത്ര വെക്ടേഴ്സ് ഉണ്ടാവും? ആറിൻ്റെ കൂടെ ഒരെണ്ണം, എസിൻ്റെ കൂടെ ഒരെണ്ണം, ടിയുടെ കൂടെ ഒരെണ്ണം. എന്നാൽ എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ടോ, ഇവിടെ എങ്ങനെ ഫ്രീ വേരിയബിൾസ് പറയാൻ കാരണം എന്താ? ഈ x2 x4 x6ന് നമ്മൾ എന്ത് ചെയ്തില്ല? സർക്കിൾ ചെയ്തിട്ടില്ല. എന്നാൽ ഫ്രീ വേരിയബിളാണ്, ആർബിട്രിയാണ്. ഫ്രീ വേരിയബിൾ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ടോ അത്രയും വെക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ആ വെക്ടേഴ്സാണ്, ആ ഫ്രീ വേരിയബിൾസിൻ്റെ കൂടെയുള്ള വെക്ടേഴ്സ് ചേർന്നിട്ടാണ് സൊല്യൂഷൻ സ്പേസിൻ്റെ ബേസിസ് ഫോം ചെയ്യുന്നത്. ശരിയല്ലേ. ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ അറിയാൻ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ? ആ ബേസിസ് കാണാൻ നിങ്ങൾക്ക് അറിയാം. എത്ര എലമെൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ? ഇവിടെ എത്ര എലമെൻ്റാണുള്ളത്? 6 S T 3 ഫ്രീ വേരിയബിൾസ് ഉള്ളത്. അപ്പോൾ 3 പേരുടെയും കൂടെ ഓരോരുത്തരുണ്ട്. ക്ലിയർ. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ബേസിസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ആണ്. എത്ര ഇവിടെ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ്? 1 2 3 6 എസും ടി ആണ്. സോ വാട്ട് ഈസ് എ നള്ളിറ്റി? നള്ളിറ്റി 3 ആണ്. ക്ലിയർ. അപ്പോൾ ഈ നള്ളിറ്റി കാണാൻ നമ്മളിത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിസ് കാണണമെങ്കിൽ സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ അല്ലേ. സോ വാട്ട് ഈസ് എ നള്ളിറ്റി? നള്ളിറ്റി 3 ആണ്. നമുക്ക് നള്ളിറ്റി ഇൻ ദിസ് കേസ് നള്ളിറ്റി ഇസ് ഈക്വൽ ടു 3 ആണ്. ആൻഡ് വാട്ട് ഈസ് എ റാങ്ക് ഹിയർ? റാങ്ക് എന്തായിരുന്നു? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. അത് 1 2 3 ആണ്. റാങ്ക് എത്രയാണ്? റാങ്ക് 3 ആണ്. ഈ കേസിൽ റാങ്ക് 3 ആണ്, നള്ളിറ്റിയും 3 ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യത്തെ, അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യത്തെ അഡ്വാൻസ് ആയിട്ട് പറയാം. വാട്ട് ഇസ് എ റാങ്ക് പ്ലസ് നള്ളിറ്റി? റാങ്ക് പ്ലസ് നള്ളിറ്റി എന്താ നോക്കിയേ? അത് നമ്പർ ഓഫ് കോളംസിന് ഈക്വൽ ആയിരിക്കും. തന്നിരിക്കുന്നല്ലേ, ഇത് 4 റോസും 6 കോളംസും അല്ലേ ഉള്ളത്. ഈ റാങ്ക് പ്ലസ് നള്ളിറ്റി ആണ് നമുക്ക് 3 + 3 6 അല്ലേ കിട്ടുക. ആ 6 ഇവിടെ എന്താണ്? നമ്പർ ഓഫ് കോളംസ് ആണ്. സോ ഫോർ എ മെട്രിക്സ്, റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ അല്ലേ. ഇത് ഇനി പറയാൻ പോകുന്ന റിസൾട്ടാണ്. ഈ സെക്ഷനിൽ നമ്മൾ എന്തേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? ഫൈൻഡ് ദ റാങ്ക് ആൻഡ് നള്ളിറ്റി. ഓക്കെ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നള്ളിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കാണണ്ട? റാങ്ക് കാണാൻ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഉണ്ടായി. പക്ഷേ നള്ളിറ്റി കാണാൻ അങ്ങനെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നള്ളിറ്റി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. നോക്കൂ. ഫൈൻഡ് ദ റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ദ മെട്രിക്സ്. ദിസ് മെട്രിക്സ്. For finding the rank and nullity, first you reduce the matrix A into row-reduced echelon form, and that row-reduced echelon form is given. ഇതാണ് row-reduced echelon form. എന്താ ചെയ്യുക? You consider the leading one and circle it. So only 2 leading ones. So what is a rank? Rank is equal to number of leading ones. So rank is equal to rank of A. Rank of A is equal to 2. ഇനി ഇവിടെ ഇത് 4/1 2 3 ഇതും 4/6 മെട്രിക്സാണ്. 4/6 മെട്രിക്സാണ്. ഓക്കെ അല്ലേ. Now what is nullity? Nullity will be equal to the number of free variables. അല്ലേ. 2 പേർക്കല്ലേ സർക്കിൾ ഉള്ളൂ. സർക്കിൾ ഇല്ലാത്ത എല്ലാവരും ഫ്രീ വേരിയബിൾ അല്ലേ. സോ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് will be 1 2 3 4. So nullity will be equal to 4. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് ശരിയാണ്. ഓക്കെ. വാട്ട് ഈസ് റാങ്ക് പ്ലസ് നള്ളിറ്റി? റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു 2 + 4 6. ആൻഡ് ദാറ്റ് 6 ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ആണ്. 6 കോളംസ് അല്ലേ ഉള്ളത്? 6 കോളംസ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം പറയാം. നമുക്ക് നള്ളിറ്റി കണ്ടുപിടിക്കാൻ റാങ്ക് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് നമ്പർ ഓഫ് കോളംസ് 6 ആണെങ്കിൽ ആ 6 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയില്ലേ അല്ലേ. ഇപ്പോൾ റാങ്കോ നള്ളിറ്റിയോ കണ്ടുപിടിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം റാങ്ക് പ്ലസ് നള്ളിറ്റി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. ഓക്കെ. ഈ ടൈപ്പ് ഡിസ്കഷനാണ് അടുത്ത വീഡിയോയിലും പറയാനുള്ളത്. എളുപ്പമുള്ള സെക്ഷനാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറഞ്ഞാൽ എന്താ? റാങ്ക് ആൻഡ് നള്ളിറ്റി. ഓക്കെ.